വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിടിലൻ പപ്സുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടൊരു പപ്സ് തയ്യാറാക്കി എടുക്കാം, അതും എളുപ്പത്തിൽ തന്നെ. അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു പഗ് പപ്സാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഷീറ്റ് തയ്യാറാക്കി എടുക്കാം. പപ്സിന് വേണ്ട ഷീറ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത്. ഇനി ഇത് ഞാൻ ചപ്പാത്തിയുടെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിനു മുന്നേ ഞാൻ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഇന്ന് പപ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തട്ടിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബട്ടറും കുറച്ച് മൈദയുമാണ് വേണ്ടത്. ഓരോ മാവ് പരത്തിയെടുത്തതിന് ശേഷവും നമ്മൾ ഇതുമാതിരി ബട്ടർ നമുക്കൊന്ന് തടവി കൊടുക്കാം. തേച്ച് പറ്റിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മൈദപ്പൊടി തട്ടിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു 5 ലെയർ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. പരത്തിയത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ബട്ടർ തടവി കൊടുക്കുക. കുറച്ച് മൈദപ്പൊടി തൂറ്റിയതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ ലെയറും ഒന്ന് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുമാതിരി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ തട്ടിക്കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം, എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ. നല്ല തിന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുമാതിരി നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പപ്സിൻ്റെ ഷേപ്പിലേക്ക് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരിവൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു മാറ്റാം. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് സ്ക്വയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് 4ആയിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട പപ്സിന് വേണ്ട ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഇട്ടതിന് ശേഷം കുറച്ച് കടുകിട്ടിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എഗ്ഗ് പപ്സിന് വേണ്ട 2 മുട്ട ഞാൻ വേവിച്ച് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണൊന്ന് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക്
മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സൈഡ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തൊട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതുമാതിരി നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലാണ്. ആ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇതുമാതിരി പപ്സ് എല്ലാം നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം, വേവിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ലൊരു മുരിഞ്ഞ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതിയാകും. ഇനി ഇതുമാതിരി ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് ഇറക്കി വെക്കാം. സ്റ്റാൻഡിന് പകരം നമുക്ക് ഉപ്പിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതുമാതിരി പാത്രം ഇറക്കി വെച്ച് ഒരു 35 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുകൾ ഭാഗം ഒന്നും മൊരിഞ്ഞ് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുത്താലും മതിയാവും. ഇപ്പോൾ ഞാനിത് മറിച്ചിട്ടെടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല രീതിയിലൊന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പപ്സ് തയ്യാറാക്കി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.